ഇപ്പം പല വീട്ടുകാരും കല്യാണത്തിൻ്റെ സമയത്ത് അവസാന സമയത്താണ് തീരുമാനം എടുക്കൽ. അപ്പം അത് ഏതൊരു ഇവൻ്റാരെ സമീപിക്കുകയാണെങ്കിൽ ആ ഇവൻ്റാർ എന്ത് വാഗ്ദാനം കൊടുത്തിട്ടും അവരെ വർക്ക് എടുത്ത് എന്ത് ചെയ്യും, ഫ്ലോപ്പാക്കുന്ന ഒരു തരത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലോപ്പ്, അതായത് വലിയ വാഗ്ദാനങ്ങൾ ആ വീട്ടുകാർ ക്ലയൻറ്റിന് കൊടുക്കുക. കാരണം അവസാന ഘട്ടമാണല്ലോ, അതായത് ലാസ്റ്റ് എടുക്കുന്ന തീരുമാനം. അപ്പോൾ അത് വിജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഏതൊരു ഇവൻ്റാരും ആവശ്യമാണ്. അത് ചെയ്തും കൊടുക്കും. പക്ഷെ അല്ലാതെ വരുന്ന ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്, അനാവശ്യ വാഗ്ദാനങ്ങളുണ്ട്. അത് ആ പോയ പരിപാടിയെ ഫ്ലോപ്പിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ രണ്ടാമത്തെ കാര്യമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡെക്കറേഷൻ. ഇപ്പോൾ ഒരു 20,000 രൂപേൻ്റെ ഡെക്കറേഷന് 10,000 റുപ്യക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മോഹവാഗ്ദാനം കൊടുക്കും. അതൊരിക്കലും 20,000-ൻ്റെ ക്വാളിറ്റി ആ ഒരു 10,000-ൻ്റെ ഡെക്കറേഷൻ ഉണ്ടാവില്ല. അപ്പം ഇവർ കാണിച്ചു കൊടുത്ത, ക്ലയൻറ്റ് കാണിച്ചു കൊടുത്തുള്ള അതേ രീതി ആ 10,000-ന് വന്നോളണമെന്നില്ല. അപ്പോൾ എന്തായി, ഈ ക്ലയൻറ്റും ഈ ഇവൻ്റാരും തമ്മിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തിക്കും. ചിലപ്പോൾ പൈസ പോലും ഇവൻ്റാർക്ക് കിട്ടാത്ത ഒരു ഘട്ടത്തിലേക്ക് പോകും. അപ്പോൾ അനാവശ്യ മോഹവാഗ്ദാനങ്ങൾ ഇവൻ്റാർ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഒരു ഈവൻറ്റ് കൺസൾട്ടൻറ്റ് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നല്ല പ്രൊഫഷണലായിട്ടുള്ള ഈവൻ്റാരെ നമ്മുടെ പ്രോഗ്രാം ഏൽപ്പിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണമായിട്ടുള്ള നിമിഷമായിരിക്കാം. അപ്പോൾ ആ നിമിഷത്തിനെ അതൊരു മോശ പരിപാടിയിലേക്ക് എത്തിക്കാതെ നല്ല രീതിയിൽ, അതായത് പക്ക പ്രൊഫഷണലോടുകൂടി നമ്മളെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും സെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടത്തും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഇവൻ്റാരെ നമ്മൾ തിരഞ്ഞെടുക്കണം. നല്ല ഇവൻ്റാരായിരിക്കുമല്ലോ. അപ്പോൾ അവർ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള വർക്കും നിലവിൽ അവരുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസും എല്ലാം നോക്കി ചെക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ വർക്ക് അവരെ ഏൽപ്പിക്കാനെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.